ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചില ഓർത്തഡോക്സ് ആൾക്കാർ പറയുന്നു, അവരുടെ സീനിയറായിട്ടുള്ള അച്ഛന്മാർ ഇപ്പം പരസ്യമായിട്ട് ചോദിച്ചു, കോൺഗ്രസ്സിന് ഞങ്ങളുടെ വോട്ട് വേണ്ട, ഞങ്ങളുടെ ആൾക്കാരെ എടുത്തില്ലേ. അത് കഴിഞ്ഞ് പെന്തുകോസുകാർ പറഞ്ഞു കോട്ടയത്തും അവിടെ ഇവിടെയൊക്കെ പലയിടത്തും അവരുടെ പെന്തക്കോസ് നേതാക്കൾക്ക് കോൺഗ്രസ് വോട്ട് ചെയ്തില്ല, സീറ്റ് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു യുണൈറ്റഡ് ആയിട്ട് ഒരു ഫോഴ്സായിട്ട് നിന്ന് കഴിഞ്ഞാൽ, അപ്പുറത്തെ ഇപ്പുറത്തെ പൊളിറ്റിക്കൽ പാർട്ടി നിന്ന് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇപ്പോൾ ദുർഗുമായിട്ട് ബന്ധപ്പെട്ട് 2 കന്യാസ്ത്രീകളുടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ കേരളത്തിലെ പൊളിറ്റിക്സ് മുഴുവൻ മാറി പെട്ടെന്ന്. നിങ്ങൾക്കിത് നിൽക്കാൻ പറ്റാത്തത് അത് നിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ടല്ലേ? അല്ല, അതിനകത്ത് മറുപടി പറയാം. അതിനകത്തുണ്ട് ഈ പ്രാദേശിക തലത്തിൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഐക്യ പ്രവർത്തനങ്ങളും പ്രയർ ഗ്രൂപ്പുകളും ധാരാളം എല്ലാ സ്ഥലങ്ങളിലും പ്രാദേശിക തലത്തിൽ വിശ്വാസികളും പാസ്റ്റർമാരും എല്ലാം സജീവമായിട്ട് യൂണിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് മിക്ക സ്ഥലങ്ങളിൽ. എന്നാൽ ഇവിടുത്തെ തടസ്സം നിൽക്കുന്നത് പെന്തക്കോസ്റ്റ് ലീഡേഴ്സാ. ഒരു സംശയമില്ല, ഇവർ ആത്മാർത്ഥമായിട്ട് ഇവരെന്ന് കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഇവർ രംഗത്ത് വരുന്നോ അന്ന് 100% പെന്തക്കോസ്റ്റൽ യൂണിറ്റി ഇവിടെ ഉണ്ടാവും. ഈ യൂണിറ്റി എതിർക്കുന്നതിന്റെ കാര്യമുണ്ട്. അല്ല, അത് ഇതിന്റെ സംഭവം ഇത് പറയുമ്പോൾ നമ്മൾ എക്കണോമിക്കലായിട്ട് ഇവിടെ കാര്യങ്ങൾ പറയേണ്ടി വരും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നത് പണമാണ് ഇവനെ എല്ലാം സ്വാധീനിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്റെ സഭ ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് ആവശ്യത്തിന് പൈസ ഉണ്ട്, എന്റെ സംഘടന, എന്റെ പ്രസ്ഥാനം, എന്റെ സഭ, എനിക്ക് കാശുണ്ട്, വരുമാനമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, ആഹാരത്തിന് ഇഷ്ടം, മക്കളുടെ വിദേശത്ത, പിന്നെ എന്താ ഐക്യോ? ഒന്നുമില്ലായിരുന്ന കാലത്ത് ഐക്യമായിരുന്നു ഉണ്ടായിരുന്നേ. 100 വർഷം മുമ്പ് കട്ടൻ കാപ്പിയും കപ്പ വെട്ടി മുറുക്കി പുഴുങ്ങി കാന്താരി ചമ്മന്തി കൂടെ ഒരുമിച്ച് കഴിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ആരാധന 10 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ടേ തീരുള്ളായിരുന്നു. പരിശുദ്ധാത്മാവിൽ അന്യഭാഷ പറഞ്ഞാൽ ആരാധന നീണ്ടു പോകുമായിരുന്നു. ഇപ്പൊ 1.5 മണിക്കൂർ 2 മണിക്കൂറേ ഉള്ളൂ. പെട്ടെന്ന് കോട്ടയ്ക്ക് ചാപ്പാടിക്കാൻ ഓടുക ഞായറാഴ്ച ആശീർവാദം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ. കാലം മാറി, പണമാണ് എല്ലാത്തിന്റെയും സ്വാധീനിക്കുന്നത്. എല്ലാം ആവശ്യത്തിന് പണ്ടെനിക്കുണ്ട്.